താന്യം ഗ്രാമപഞ്ചായത്തിലെ പൊതുശ്മശാനം മാസങ്ങളായി തുറന്ന് പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സാധാരണക്കാർക്ക് ഏറെ ആശ്രയമായിരുന്ന പൊതുശ്മശാനം എത്രയും വേഗം കേടുപാട് തീർത്ത് തുറന്നു നൽകാൻ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വരണമെന്നും അല്ലാത്തപക്ഷം കടുത്ത സമരങ്ങളിലേക്ക് നീങ്ങുമെന്നും യോഗം പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്തിൽ പൊതുശ്മശാനം പണിമുടക്കിയിട്ട് പൊതുശ്മശാനം നിശ്ചലമായിട്ട് ദിവസങ്ങളും ആഴ്ചകളും കടന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാസങ്ങൾ പിന്നിടുകയാണ്. നമുക്കറിയാം, സാധാരണക്കാരായ ആളുകളാണ്, പ്രത്യേകിച്ച് 3 സെന്റിലും 4 സെന്റിലും 5 സെന്റിലും എല്ലാം താമസിക്കുന്ന, അതല്ലെങ്കിൽ സങ്കേതങ്ങളിൽ പാർക്കുന്ന ആളുകൾ മരണപ്പെട്ടാൽ ഭൂരിഭാഗം ആളുകളും ആശ്രയിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ പൊതു ശ്മശാനങ്ങളെയാണ്. എന്നാൽ ഇവിടെ പൊതു ശ്മശാനം പ്രവർത്തനക്ഷമമല്ലാത്തതിന്റെ പേരിൽ പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാരായ ആളുകൾ അവരുടെ ഉറ്റവരും ഉടയവരും മരണപ്പെടുമ്പോൾ ആ മൃതദേഹവുമായി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പൊതു ശ്മശാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലേക്കാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി താന്യത്തെ ജനങ്ങളെ കൊണ്ടുപോകുന്നത്. നാട്ടിക ബ്ലോക്ക് ട്രഷറർ VK പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് മെമ്പറും നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ ആൻഡോ തുറയൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ്, കോൺഗ്രസ് നേതാക്കളായ ബെന്നി തട്ടിൽ, ലൂയിസ് താണിക്കൽ, KN വേണുഗോപാൽ, ശിവജി കൈപ്പള്ളി, ഗ്രീന പ്രേമൻ എന്നിവർ സംസാരിച്ചു. സിദ്ദിഖ് കൊളത്തേക്കാട്ട്, റഷീദ് താന്യം, ഗോപാലകൃഷ്ണൻ, ജോസഫ് തേക്കാനത്ത്, പോൾ പുലിക്കോട്ടിൽ, ജഗദീഷ് രാജ് വാളമുക്ക് എന്നിവർ നേതൃത്വം നൽകി.